കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പച്ച പയർ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത്. എല്ലാവർക്കും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഇതേപോലെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് കണ്ട അഭിപ്രായം പറയണേ. വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടുമാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് വളരെ രുചികരമായിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള ഈ മെഴുക്ക് പുരട്ടി കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ് കേട്ടോ. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് അഭിപ്രായം പറയണം. കൂടെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് പച്ചപ്പയർ, ഫ്രഷ് പച്ച നാടൻ പയറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല രുചിയല്ലേ, കുരുത്തോലപ്പയറിനെക്കാട്ടി എല്ലാം നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് പയറിലെ പുഴുക്കേടൊക്കെ നോക്കിയിട്ട് അതെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം കഴുകാൻ പാടില്ല, അതിന് മുമ്പേ ക്ലീൻ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യുന്നതിനും ഉണ്ട് ഒരു പ്രത്യേക രീതി. എല്ലാവരും ഇത് കത്തിയൊക്കെ വെച്ച് അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ച് വലിയ രീതിയിലൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെയല്ലേ ഉണ്ടാക്കാറ്. എന്നാൽ ഞാനിത് കത്തിയേ ഉപയോഗിക്കാതെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. പഴയ കാലത്തൊക്കെ എൻ്റെ അമ്മാമ്മയൊക്കെ കുട്ടിക്കാലത്തെ ഇതേപോലെ വയലിൽ നിന്നൊക്കെ പയർ നട്ടിട്ട് പറിച്ചുകൊണ്ടെന്ന് ഇങ്ങനെ കൈ വെച്ച് പൊട്ടിച്ചിട്ടാണ് തയ്യാറാക്കുക. അവർ പറയും കത്തി തട്ടിയാൽ ടേസ്റ്റ് കുറയും, ഗുണം കുറയും എന്നൊക്കെ അന്നത്തെ കാലത്തെ. ഇപ്പം നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ, എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യണ്ടേ. ഉടനെ കട്ടിംഗ് ബോർഡിൽ വെച്ച് കത്തി വെച്ച് നൈസായിട്ടൊക്കെ അരിഞ്ഞ് തേങ്ങയൊക്കെ ഇട്ടിട്ടൊക്കെയല്ലേ ചെയ്യാറ്. പക്ഷേ ഇതേ രീതിയിൽ പഴമയുടെ അതേ രുചിക്കൂട്ടിലൊന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പറാണ് കേട്ടോ. തയ്യാറാക്കിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ. ഞാനെല്ലാം കൈ വെച്ച് ഇതേപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതാ പറഞ്ഞേ, ഫ്രഷ് ആയിട്ടുള്ള പയർ തന്നെ വേണം. ഇതൊരു നല്ല രുചിയുള്ള ഒരു നാടൻ പയറാണ് കേട്ടോ. ഇനി നമുക്കിത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാനിലിട്ട് എരിവിന് 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വറവിലേക്കൊക്കെ എരിവ് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ടാണ് ഇത്ര ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ ചേർക്കേണ്ടി വരും. ഇതിലേക്ക് എരിവ് കുറച്ചധികം വേണേ. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടിയുള്ള പയറായ കാരണം ഇത്തിരി അധികം വെള്ളം വെക്കണം കേട്ടോ. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി. നമ്മൾ വേവിക്കുമ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി യോജിപ്പിച്ചിട്ടൊക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. പാകത്തിന് ഉപ്പ് ചേർത്തു. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മളിങ്ങനെ ഇതൊക്കെ പാചകം ചെയ്യുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യണം, എന്നാലേ അതിൻ്റെതായ ഒരു രുചിയൊക്കെ കിട്ടുള്ളൂ അല്ലേ. പെട്ടെന്ന് ഒറ്റ ഫ്ലെയിമിലൊക്കെ ഇട്ട് വേവിച്ചൊക്കെ കഴിഞ്ഞാൽ ആ ഗുണമൊന്നും കിട്ടില്ല. അടച്ച് വെച്ച് ക്ഷമയോടെ ഒന്ന് നമുക്കത് ഇളക്കി കൊടുത്ത് വേവിക്കാം. ഇനി അത് വറുത്തിടാൻ ആവശ്യമുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം. വറ്റൽമുളകൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതൊക്കെ എരിവ് പോലെ നമുക്ക് എടുത്തെടുക്കാം. പിന്നെ ചെറിയുള്ളി തന്നെ വേണം കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇടുന്നത് മിസ്സായിപ്പോയി. ചെറിയുള്ളിയും വറ്റൽമുളകും ഒരു വെളുത്തുള്ളി അല്ലിയും കൂടി ഒന്ന് ചതച്ചെടുത്തു. കൂടുതൽ അരയൊന്നും വേണ്ട. അപ്പോഴേക്കും പയർ നന്നായിട്ട് വെന്ത് വന്നു, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ വറ്റുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ ചെയ്യണം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വേറെ തേങ്ങയൊന്നും ചിരവിയൊന്നും നമ്മൾ ഇതിലേക്ക് ഇടുന്നില്ല. വെളിച്ചെണ്ണയിൽ തന്നെ ഇതിലെ വെള്ളം ഒന്ന് വറ്റി വരണം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ മസാലക്കൂട്ടുകൾ ചേർത്താൽ മതി കേട്ടോ. എണ്ണ ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്തതാണ്. കുറച്ച് എണ്ണ അധികം ഒഴിച്ചിട്ട് വേണം കേട്ടോ. ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് സാധാരണ പോലെ കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് മസാലക്കൂട്ടുകളൊക്കെ ചേർത്താൽ മതി. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ. ഈ രീതിയിൽ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുമ്പോഴേ വെളിച്ചെണ്ണയിലാണ് രുചി. ഓയിലൊന്നും ചേർത്താൽ ആ ടേസ്റ്റ് കിട്ടില്ല. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയൊന്നും ചേർക്കണില്ല കേട്ടോ, ഇതാണ് ഞാൻ ചേർക്കുന്നത്. ജസ്റ്റ് ഒന്ന് വഴറ്റാം. പിന്നെ നമുക്കിതൊക്കെ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയാലാണ് കേട്ടോ നല്ല സ്വാദ് ഉണ്ടാവുക. ഇപ്പം എളുപ്പത്തിന് പെട്ടെന്ന് ഗ്യാസിൽ പാനൊക്കെ വെച്ചിട്ടല്ലേ, നോൺ സ്റ്റിക്ക് പാനൊക്കെ വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. ഇരുമ്പ് ചട്ടി അടുപ്പത്തൊക്കെ വെച്ച് നമ്മൾ ക്ഷമയോടെ തയ്യാറാക്കിയെടുത്താൽ നല്ല രുചിയാണ് കേട്ടോ. ഇപ്പോൾ എളുപ്പത്തിന് നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഗ്യാസിലൊക്കെ വെച്ചല്ലേ നമ്മൾ തയ്യാറാക്കുക. തേങ്ങാക്കൊത്തൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി കേട്ടോ, ഒരു സ്മെല്ലൊക്കെ വരും, അറിയാലോ. അപ്പോൾ നമുക്ക് ഉള്ളിയും വറ്റൽമുളകും ചതച്ചതില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരള്ളി വെളുത്തുള്ളി കൂടി ചതച്ചിട്ടുണ്ട് കേട്ടോ.
കൂടുതൽ അങ്ങ് അരയൊന്നും വേണ്ട, ജസ്റ്റ് ചതഞ്ഞാൽ മതി. ഒന്ന് വഴന്ന് വരട്ടെ. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിയാതെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ്, അതും കൂടി ചേർത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് വഴറ്റിയെടുത്തു. അല്പം കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കരിയണ്ട. ആ സമയം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയറില്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്താണ് അത് ചേർക്കേണ്ടത്. ഇതൊക്കെ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒറ്റയടിക്ക് അങ്ങ് കരിഞ്ഞൊന്നും പോവരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ മസാലക്കൂട്ടൊക്കെ അതിലേക്ക് പിടിക്കട്ടെ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വേവിക്കുമ്പോൾ ഈ പയറിൽ ഇങ്ങനെ അല്പം വെള്ളം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ, എല്ലാവർക്കും അറിയാം. സെപ്പറേറ്റ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ അതൊന്ന് വലിഞ്ഞ് വരണം കേട്ടോ. വലിഞ്ഞ് ഈ പയറിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം. വേണമെങ്കിൽ അല്പം നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഞാനിങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മളിങ്ങനെ ശ്രദ്ധിച്ചൊക്കെ ചെയ്താൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഭക്ഷണം ടേസ്റ്റോടെ കഴിക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. നോക്കൂ, പയറിൻ്റെ കളറൊക്കെ മാറി വന്നില്ലേ, വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് എണ്ണയിൽ കിടന്നിട്ട്. കൂടുതൽ വേണ്ടവർക്ക് ഇത്തിരിയും കൂടി എണ്ണയൊക്കെ ഒഴിക്കാം കേട്ടോ. ഞാനിതിൽ നിർത്തുകയാണേ, ഇത്ര മതി എണ്ണ. നോക്കൂ, മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരുടെയും ഒന്ന് അഭിപ്രായം പറയണേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ. അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്.